ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പുഴമീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഈ ജാറിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഹാഫ് ലെമൺ ജ്യൂസ്. ഓൾറെഡി നമ്മൾ മസാല അരച്ചപ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. മീനിലേക്ക് എല്ലാം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റൊക്കെ കഴിഞ്ഞെടുത്ത് 10 മിനിറ്റ് ഒന്ന് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ അടി പിടിക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരും. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇനിയും മസാല ആഡ് ചെയ്യാം. ഇത് എൻ്റേതായ രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ചിലരിതിൽ തക്കാളിയൊക്കെ അരച്ച് ചേർക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീനിൻ്റെ ഉൾഭാഗവും എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഴമീൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പുഴമീൻ ഫ്രൈ. ഫ്രൈ ചെയ്തെടുത്ത മീനൊക്കെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടാതെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.